ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഇരുമ്പമ്പുളി അച്ചാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എനിക്കിന്ന് കുറച്ച് ഇരുമ്പമ്പുളി കിട്ടിയിട്ടുണ്ട്. ഞാനത് 4ആയിട്ട് കീറി ജസ്റ്റ് വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഉണക്കണ്ട, വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതല്ല, 7 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ദാണ്ട ഈ പരുവത്തിലാക്കിയിട്ട് നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മൺചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ജസ്റ്റ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ അച്ചാർ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കുമ്പോൾ കടുക് പെട്ടെന്ന് പൊട്ടി വരും. അപ്പം കടുക് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ചൂടാവുന്നുണ്ട്. അപ്പോൾ നല്ലതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പം കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, നല്ല മണമാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും അച്ചാറിടുന്നത്. പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാൻ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം വാട്ടാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആവശ്യത്തിന് മുളക് പൊടി, എനിക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ മുളക് പൊടിക്കകത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരും. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പും പുളിയും എരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കൂട്ട്, നമ്മൾ ചതച്ച കൂട്ടിൻ്റെ ആ ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ആ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കുക. ഇതേപോലെ നല്ലൊരു തിക്ക് പരുവത്തിലാവുമ്പോഴത്തേന് നമ്മൾ ഈ പരുവത്തിലാക്കിയെടുക്കുമ്പോൾ അതിനൊരു കളറും എല്ലാം നല്ല മണമാണ് ഇപ്പോൾ ഈ സമയത്ത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ആ ഇരുമ്പമ്പുളി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇരുമ്പമ്പുളി ചേർത്ത് ഇങ്ങനെ എല്ലായിടവും പറ്റത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട, സിമ്മിലിട്ടേക്കുവാണ് സ്റ്റൗ കേട്ടോ. സിമ്മിലിട്ടിട്ട് നമ്മളിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എല്ലായിടും ഒന്ന് പറ്റുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് കാണും ഇതിനകത്ത്. നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടാൻ നേരത്ത് നമ്മൾ ഇച്ചിരി ഉപ്പിട്ടിട്ടാണ് വാട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് അതിനകത്ത് കാണും. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ കളറെല്ലാം മാറും കേട്ടോ, നല്ലൊരു കളറായിട്ട് മാറും. കണ്ടോ, ഇതേപോലെ നല്ല ഒരു എല്ലായിടവും പറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലായിടവും ഒന്ന് പറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ അടപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ അടപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല കാണാനും നല്ല ഭംഗിയില്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല മണമാണ് ഈ അച്ചാറിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.